ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഫിഡിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ ഐറ്റം അച്ചപ്പമാണ്. അച്ചപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അച്ചപ്പമാണ്. അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാ നോക്കാം. ഇത് 1.5 ഗ്ലാസ്, അതായത് ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരി ഞാനിവിടെ 4 മണിക്കൂർ കുതിർത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇഡ്ഡലിയുടെ അരിയാണ്, ഇഡ്ഡലി റൈസ്. എൻ്റെ അടുത്ത് പച്ചരി ഇല്ലാത്തതുകൊണ്ടാണ് ഇഡ്ഡലി അരി എടുത്തേക്കുന്നത്. നിങ്ങളടുത്ത് പച്ചരി ഉണ്ടെങ്കിൽ പച്ചരി എടുത്താൽ മതി. എന്നിട്ട് ഇത് നമ്മൾ തേങ്ങാപ്പാലിലാണ് അരച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിൻ്റെ അളവ് ഈ അരി അരച്ചെടുക്കാൻ, അതായത് ദോശമാവിൻ്റെ പരുവത്തിലാണ് നമ്മൾ ഈ അരി അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് അറിയാനായിട്ട് വെള്ളം ഒഴിക്കുന്നതിന് പകരം തേങ്ങാപ്പാലാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാൽ എന്തേരം ആണെന്ന് ചോദിച്ചാൽ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലൊക്കെ വേണ്ടി വരും. അച്ചപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഞ്ചസാര 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന് പറയുമ്പം അച്ചപ്പത്തിനൊരു മീഡിയം മധുരം ഉണ്ടാവും. അച്ചപ്പത്തിന് ഒരുപാട് മധുരം ആവശ്യമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പം അച്ചപ്പത്തിന് മധുരം അറിയാമല്ലോ. ഇതിൽ കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ മുട്ട ചേർക്കുന്നുള്ളത് കൊണ്ടും പഞ്ചസാര കൂടിപ്പോയാലും അച്ചപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു മുട്ട വേണം. 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള എടുത്തിട്ടുണ്ട്. ഉപ്പ് വേണം. പിന്നെ വറുത്തെടുക്കാനായിട്ട് ഓയിൽ. അപ്പോൾ അത്രയാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ. പിന്നെ നിർബന്ധമില്ല, വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ വെളുത്ത എള്ളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ മിക്സിയുടെ മീഡിയം ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ അരി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് അരി ഇട്ടിട്ട് അരച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അരി നന്നായിട്ട് പേസ്റ്റായിട്ട് അരിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ വേണമെങ്കിൽ ഒരു 2 തവണയായിട്ടോ എങ്ങനെയാണെങ്കിലും അരച്ചെടുക്കണം. ഇപ്പോൾ 1.5 ഗ്ലാസ് അരി എൻ്റെ മിക്സിയുടെ ജാറിൽ ഒന്നിച്ച് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനിത് മൊത്തം ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരിയുടെ ലെവലിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അതായത് ദോശമാവിൻ്റെ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇത്രയും തേങ്ങാപ്പാൽ വേണം. നമുക്കിത് ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ അരി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തു. പക്ഷേ ഇത് തിക്നെസ്സിലുണ്ട്, ഭയങ്കര കൂടുതലാണ്. നല്ല ലൂസായിട്ട് വേണം ഈ മാവ് ഇരിക്കാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് മാവ് ഇതിലേക്ക് മാറ്റുവാണ്. നമുക്കൊരു മുട്ടയും കൂടെ ചേർക്കണം. കുറച്ച് മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി, എന്നിട്ട് ഇതിലേക്ക് 1 എഗ്ഗ്, ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര, ഇനി ഇത് ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കാം. എന്നിട്ടും നമ്മുടെ മാവിൻ്റെ ലൂസ് കറക്റ്റ് ആകുന്നില്ലെങ്കിൽ ഇനിയും വെള്ളം ഒഴിക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ച് ലൂസാക്കി എടുക്കാം. ഞാൻ ഇതോടെ ഒന്ന് ചേർത്ത് അടിച്ചിട്ട് വരാം. ഞാനിപ്പോൾ എഗ്ഗും പഞ്ചസാരയും കൂടെ ചേർത്ത് അടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു ലൂസാണ് മൊത്തത്തിൽ വേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്തിരി തേങ്ങാപ്പാലിൻ്റെ കൂടെ കുറവുണ്ട്. ഒരു ചെറിയ തവി വെച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത് ഇത്രയും കട്ടിക്കായിരിക്കുന്നത്, ഇത് പറ്റത്തില്ല. നമുക്ക് ഇത്രയും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതൊന്നുകൂടെ ഒന്ന് ലൂസ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നോക്കാം എന്തേരം വേണ്ടി വരുമെന്ന്. നല്ലപോലെ അങ്ങ് വെള്ളം പോലെയല്ല, എന്നാൽ ഒത്തിരി കട്ടിക്കും ഇരിക്കരുത് ഈ മാവ്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിക്ക് 2.25 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അളവ് 2.25 ഗ്ലാസ്സാണ്. ഇനി നമുക്കിതിലേക്ക് എള്ളി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മധുരം നോക്കണം. മധുരം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇത്തിരിയോട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ആ ചേർത്തേക്കുന്നത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൊണ്ട് ഇതിനാവശ്യത്തിന് മധുരമുണ്ട്. ഇനി ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. ഞാൻ അച്ചപ്പം ഉണ്ടാക്കാനൊക്കെ എടുത്തേക്കുന്ന അച്ച് ഇതാണ്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ്. അല്ലാത്ത അച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 4-5 തവണയൊക്കെ ഇതിൽ ചെറുതായിട്ടൊന്ന് മാവ്, ഇതിൽ നിന്ന് മാവൊന്ന് വിട്ട് എണ്ണയിലേക്ക് വീഴാനായിട്ട് ഇത്തിരി പാടുണ്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ എപ്പോഴും തിളച്ച എണ്ണയിൽ ഈ അച്ച് മുക്കി വെച്ചതിന് ശേഷം വേണം മാവിൽ മുക്കിയിട്ട് എണ്ണയിൽ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമാണ് ഈ അച്ചിലേക്ക് മാവ് പിടിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നല്ല ചൂടുണ്ടെങ്കിൽ തന്നെയാണ് എണ്ണയിലേക്കും മാവ് ഈ അച്ചിൽ നിന്ന് വിട്ടുപോകത്തുള്ളൂ. അപ്പോൾ ഈ എണ്ണയിൽ എപ്പോഴും വെച്ച് ഈ അച്ച് നമ്മൾ ചൂടാക്കി വെക്കണം. ഇനി ഈ മാവ് ഒരു അരമണിക്കൂർ സമയം
റെസ്റ്റ് എടുക്കാനായിട്ട് വെച്ചിട്ട് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. ഈ അച്ചപ്പത്തിൻ്റെ മാവ് കലക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാന് ഇവിടെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കും. ഈ ഓയിൽ നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാനുള്ള എണ്ണ തിളച്ചിട്ടുണ്ട്. ഞാൻ ഈ അച്ച് ഇതിലേക്ക് മുക്കി വെച്ചിട്ടുണ്ട്. തിളച്ച എണ്ണയിലേക്ക് മുക്കി വെക്കണം. അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഈ മാവ് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് വേണം അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ. ഇനി ഈ അച്ചിൻ്റെ പകുതി വരെ മാത്രം മാവിൻ്റെ അകത്ത് മുക്കണം. അച്ച് ഫുള്ളായിട്ട് മുങ്ങരുത്. ഇത്രയും വരെ മാത്രമേ മുങ്ങാവുള്ളൂ. ഈ ചീനിച്ചട്ടിയുടെ അടിയിൽ ഈ അച്ച് മുട്ടരുത്. അപ്പോൾ അച്ചപ്പത്തിൻ്റെ അടിയിലത്തെ ഷേപ്പ് പോകും. അതൊക്കെ ഒന്ന് ഷേക്ക് ചെയ്താൽ ഈ അച്ച ഒന്ന് വിട്ടു പോകും. വീണ്ടും ഈ തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് വേണം അടുത്ത അച്ചപ്പം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പകുതി വരെ മുക്കുക. അതൊക്കെ ഷേക്ക് ചെയ്ത് കൊടുക്കുക. മറിച്ചിടാം. ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. സ്വർണ്ണം റെഡിയായിട്ടുണ്ട്. നമുക്കിതിന് കൊടുക്കാം. അച്ചപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ദേഹത്ത് എണ്ണയൊക്കെ തിളയ്ക്കാൻ ശ്രദ്ധിക്കണം. നമ്മളിത് കുറേ തവണ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഈ അച്ച് എണ്ണയിലൊക്കെ ഒന്ന് മുക്കി നന്നായിട്ട് മഴയും. ഒരു 52 അച്ചപ്പം വരെ ഞാൻ ഇത്ര മാവ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.